80 രൂപ റീറ്റെയിലായിട്ട് കൊടുക്കുള്ളൂ. അത് മാത്രമല്ല അവിടെ വാ നമുക്ക് കളർ അത് വേണ്ടി എടുത്തു. അല്ല ഡ്രീം കേക്കിന് 199, മറ്റേനൊക്കെ 399 അല്ലേ? ഓഫർ പ്രൈസില് 199. ഒന്നിത് പറ്റിക്കണ കേസ് അല്ലേ? അല്ലൂന് ബ്ലാക്ക് പറ്റിക്കണേ, ഷാനുക്ക് ബ്ലാക്കും വൈറ്റും പറ്റിക്കണേ. 399. ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ട്. അവൾക്ക് ഹിജാബൊക്കെ വാങ്ങിക്കാനെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ വന്നതാണ് കേട്ടോ. ജന്നത്ത് എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക്. ഇവിടെ ആകുമ്പോൾ പ്രൈസ് കുറവിൽ നമുക്ക് ഹിജാബ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഷോൾ വാങ്ങിക്കുമ്പോൾ പ്രൈസ് കുറവിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെയാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്ന് വാങ്ങിക്കാറ്. ഞാനും അവളും കൂടി അങ്ങനെ ഷെയർ ചെയ്തെടുക്കും. ഇവിടെ റീറ്റെയിൽ ആയിട്ടാണ് ഷോൾ കൊടുക്കുക. അങ്ങനെ സിംഗിളായിട്ടല്ല 1-2 പീസ് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. 6 പീസ് 6 പീസെങ്കിലും എടുക്കണം മിനിമം. ഇവിടുന്ന് ഒരുപാട് കളേഴ്സിലുണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ കളർ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് കളേഴ്സ് നമ്മൾ ഷോൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ 80 രൂപയായിട്ട് വരുന്നത്. ഷിഫോൺ ഷോളിന് വരുന്നത് 80 രൂപയാണ്. പുറത്തുനിന്നാണെങ്കിൽ 150, 200 കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് ഈ ഒരു പ്രൈസിന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ലാഭമാണ് കേട്ടോ. നമ്മളെന്താണെന്ന് ചെയ്യുക, നമ്മൾ ഇങ്ങനെ 6 പീസ് 12 പീസ് അങ്ങനെ സെറ്റായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കസിൻസിനും അതുപോലെ എൻ്റെ സിസ്റ്റർ ഉണ്ടെങ്കിൽ അവൾ ഞാനും കൂടി ഇങ്ങനെ ഷെയർ ചെയ്യും. ഇങ്ങനെ 6 പീസ് അവളും 6 പീസ് ഞാനും എടുത്തിട്ട് 12 പീസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതല്ല 6 പീസാണെങ്കിൽ 3 പീസ് അവളും 3 പീസ് ഞാനും അങ്ങനെ ഷോളെ അങ്ങനെ പകുതിയാക്കും. അതാവുമ്പോൾ നമുക്ക് പ്രൈസ് കുറവിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇവിടെ ഇല്ലേ ഈ റീസെല്ലേഴ്സിനൊക്കെ വരാൻ പറ്റുള്ള അടിപൊളി സ്പോട്ടാണ്. കാരണം അവർക്ക് ഈ ബിസിനസ്സൊക്കെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഈ ഷോളിൻ്റെ ഒരു ഷോപ്പ്. ഇതിപ്പോൾ ഞാൻ ഷോളിൻ്റെ ഷോപ്പ് മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ഇങ്ങനെ റീറ്റെയിലായിട്ട് നമുക്ക് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ ചുരിദാർ അതുപോലെ നൈറ്റി ചുരിദാർ മെറ്റീരിയലാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അതുപോലെ ഈ അബായ, നിസ്കാരക്കുപ്പായ, മുസല്ല അതിൻ്റെയൊക്കെ ഒരു ഷോപ്പുകൾ വേറെ തന്നെ ഉണ്ട്. 80 രൂപക്കൊക്കെ ഷോൾ കിട്ടുകയെന്ന് പറയുമ്പോൾ നല്ല ലാഭമാണ് കേട്ടോ. ഇത് പുറത്തുനിന്നാണെങ്കിൽ 150, 200 ആ ഒരു പ്രൈസിൽ എന്തായാലും കൊടുക്കേണ്ടി വരും. ഒരുപാട് ഷോൾ കളക്ഷൻസ് ഉണ്ട്. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സൂരജ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ഇത് വരുന്നത് ചുരിദാർ മെറ്റീരിയലിൻ്റെ ഷോപ്പാണ്. ചുരിദാർ മാത്രമല്ല പല ക്ലോത്തുകളും ഉണ്ട് കേട്ടോ. പല ഡിഫറെൻറ്റ് ഐറ്റംസ് ക്ലോത്തുകളുണ്ട്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് റീറ്റെയിൽ അല്ലാതെ സിംഗിളായിട്ട് കിട്ടുമല്ലോ. ഒരു 10 മീറ്റർ കൂടുതലായിട്ട് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ എൻ്റെ എളാമൻ്റെ മോളെ കല്യാണത്തിന് ഇവിടെ നിന്നാണ് ചുരിദാറിൻ്റെ കട്ടിങ് ക്ലോത്ത് വാങ്ങിയത്. അവിടെ നിന്നായിരുന്നു സൂരജ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന്. ഇങ്ങനെ ഡ്രസ് കോഡൊക്കെ വേണ്ടവരാണെങ്കിൽ ഇവിടെ വന്നാൽ പ്രൈസ് കുറവിൽ ഇങ്ങനെ കട്ടിങ് ക്ലോത്തും ചുരിദാറിനും ഫ്രോക്കിനൊക്കെ കട്ടിങ് ക്ലോത്ത് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഷോളായാലും ഇനിയിപ്പോൾ ഒരേ കളർ എടുക്കണമെന്നില്ല. 12 സെറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ കൊടുക്കുക. അങ്ങനെ 6 പീസ് 12 പീസൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലും സെയിം കളറാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിന് റീസെല്ലേഴ്സിനൊക്കെ പറ്റുള്ള അടിപൊളി സ്പോട്ടാണിത്. ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ പിന്നെ ഹൈലൈറ്റ് മോളിൽ പോയി. അവിടുന്ന് അല്ലൂനും ഷാൻസിനും ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. സുഡിയോയിലോ മാക്സിന്നോ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇവിടെ ഇങ്ങനെ ഈ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇങ്ങനെ ഈ കാറിൻ്റെ ഇങ്ങനെ ഇത് വെച്ചിരിക്കണം കേട്ടോ. ഇത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. പണ്ടത്തെ കാറൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ 80, 70 ഉള്ള അങ്ങനത്തെ മോഡൽ കാറുകളൊക്കെയാണ്. അപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റിൽ വിചാരിച്ചത് സുഡിയോയിൽ പോകാമെന്നാണ്. അപ്പോൾ സുഡിയോ ഇവിടുന്ന് സെക്കൻഡിലോ തേർഡിലോട്ടോ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ആദ്യം സുഡിയോ ഉണ്ടായിരുന്നത്. സുഡിയോ ഇപ്പോൾ ഇവിടുന്ന് സെക്കൻഡിലോ ഫസ്റ്റിലോ മാറ്റാം. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു
ഷോപ്പിൽ കയറിയിട്ടോ. ഇത് വലിയ ഷോപ്പാണ്, സുഡിയോനേക്കാളും വലിയ ഷോപ്പാണ്, ഒരുപാട് കളക്ഷൻസും ഉണ്ട്. പക്ഷേ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഡ്രസ്സിനൊക്കെ നല്ല വിലയാണ്, പക്ഷേ വില കുറഞ്ഞതും ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് എടുക്കണം. നല്ല ബ്രാൻഡഡ് സാധനമാണ്, ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഈ ഒരു ചപ്പലിൻ്റെ ഫുഡ്വെയർ കളക്ഷൻസാണ് ഇതൊക്കെ കാണുന്നത്. ഫുഡ്വെയർ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫുഡ്വെയറിന് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് 1000 എബോവിലാണ്, 1000ൻ്റെ മുകളിലാണ് പ്രൈസ് വരുന്നത്. നമ്മളെ കൊണ്ട് സാധാരണക്കാർക്കൊന്നും താങ്ങൂല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടാക്കി കാണാൻ. ഇവർക്ക് പിന്നെ ഇതാ ഷാനുസിനായാലും അല്ലൂസിനായാലും ഇവിടെ വന്നാൽ ഒരുപാടുണ്ട്, ഓടി കളിക്കാൻ മാത്രമുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ആ സ്പേസസൊക്കെ നല്ലോണം അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓടി കളിക്കുന്നുണ്ട്. എത്ര പിടിച്ചു വെച്ചാൽ രണ്ടാളെയും കൊണ്ടുവന്നാലും ഇതാണ് അവസ്ഥ. ഒരാൾ മാത്രമാണ് കുഴപ്പമില്ല. ഷാനുസിന് ഈ ഒരു ബ്ലാക്കും അതുപോലെ വൈറ്റും ടീഷർട്ട് എടുത്താൽ ഇതിന് വരുന്നത് 399, 5 സ്ലീവാണ് വരുന്നത്. അത് ഡ്രസ്സൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിങ് റൂമിൽ നിന്ന് കളിക്കുന്നതാണ് കേട്ടോ. അത് ബ്ലാക്ക് അവന് ഭയങ്കര ഫേവറേറ്റ് കളറാണ്. ബ്ലാക്ക് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. ബ്ലാക്കും ബ്ലൂ എൻ്റെ ഫേവറേറ്റ് കളറാണ്, അതുപോലെ തന്നെ അവൻ്റെയും ഫേവറേറ്റ് കളറാണ് കേട്ടോ അത്. അപ്പോൾ ഈ ബ്ലാക്ക് ഇട്ടപ്പം വൈറ്റിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് വൈറ്റ് എടുത്തത്. വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റ് അല്ല, ഒരു ക്രീം കളറാണ് വരുന്നത്. ഇതാ ഈ ഒരു ബ്ലാക്ക് 399 വരുന്നത്. 5 സ്ലീവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് 5 സ്ലീവ് 399 കിട്ടുക, അതും ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ക്ലോത്താണ്. അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ ബാക്കിയുള്ളതിനൊക്കെ വരുന്നത് 500 എബോവിലാണ്, 500 രൂപേൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. 399 രൂപ കണ്ടപ്പോൾ ഞാൻ ആ ബ്ലാക്കും ആ ഒരു ക്രീം കളറും വാങ്ങിച്ചിട്ടോ. ഈ ഒരു പാൻറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കിങ്ങനെ അടിയിൽ അലാസ്റ്റിക് ആയിട്ട് വരുന്ന പാൻറ്റാണ്, ഇങ്ങനെ പോക്കറ്റൊക്കെ ആയിട്ട് വരുന്ന. അപ്പോൾ ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് 799, 800 രൂപേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ നോൽമ്പൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അത് അവിടെ വെച്ചിട്ടോ. അത് എടുത്തില്ല. ഈ ഒരു വൈറ്റും ബ്ലാക്കും 2 ടീഷർട്ട് എടുത്ത്. ഇത് രണ്ടിനും വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ്, 399 രൂപയാണ്. 5 സ്ലീവാണ്, ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള ക്ലോത്തുമാണ്. അപ്പോൾ എനിക്ക് തോന്നി ലാഭമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 2 ടീഷർട്ട് എടുത്ത്. അതുപോലെ അല്ലൂസിന് ടീഷർട്ട് എടുത്ത്. അവൾ ദുബായിൽ പോകുന്നുണ്ട്. ഈ ഒരു നോമ്പ് 2nd or 3rd ഒക്കെ ആകുമ്പോൾ പോകുന്നുണ്ട്. ഇത് നോൽമ്പിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുന്നതാണ്. നോൽമ്പ് 1st 2nd ഒക്കെ ആവും ഇത് അപ്ലോഡ് ചെയ്യുമ്പം. അങ്ങനെ ഈ ഒരു ചപ്പൽസ് അതാ നല്ല ഭംഗിയില്ല, ഇങ്ങനെ പേള് ആയിട്ടുള്ളതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ വെറുതെ ഒന്നിങ്ങനെ ജസ്റ്റ് നോക്കിയതാണ്, വാങ്ങിച്ചിട്ടൊന്നുമില്ല. നോക്കിയപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 1499, 1500 രൂപേൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഫുഡ്വെയറിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അവിടെ ഫുഡ്വെയറിന് നോക്കാൻ പറ്റില്ല, അത്രയും നല്ല വിലയാണ്. സാധാരണക്കാർക്കൊന്നും താങ്ങൂല കേട്ടോ. 1499 ഫുഡ്വെയറാണത്. നല്ല ക്വാളിറ്റി ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോവൊന്നുമില്ല. ഇതിനൊക്കെ വരുന്നത് 500 എബോവിലാണ്, 500 രൂപേൻ്റെ മുകളിലാണ് ഈ ഒരു ചപ്പൽസിനൊക്കെ വരുന്ന പ്രൈസ് കേട്ടോ. അതുപോലെ ഇതിന് വരുന്നുണ്ട് 1499. നല്ല ഭംഗിയുണ്ട് കാണാൻ, ക്യൂട്ടായിട്ട്. ഇങ്ങനെ പോയിൻ്റ് ഹീലാണ് വരുന്നത്, പോയിൻ്റ് ഹീലായിട്ട്. അപ്പോൾ അതിനും അങ്ങനെ പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫെനമോളെ ഷാനുസ് എടുത്ത് അവർ പോകുന്നതിലേക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുക. ഫെനക്കോ അലുവിനൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഞാൻ ഷൻസിന് 2 ടീഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവളെന്തെല്ലൊക്കെ ഫെന്നക്കും അതുപോലെ അല്ലൂസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം പോകുമ്പം കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് ഐറ്റംസ് അവിടെയൊക്കെ ഡ്രസ്സിനൊക്കെ നല്ല വിലയെന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുമെന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവന് 2 ടീഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ബില്ല് ചെയ്ത് ഇതിങ്ങനെ ജസ്റ്റ് സ്റ്റുഡിയോയിലൊന്ന് പോയി നോക്കിയതാണ്. ഇവിടെ ഇങ്ങനെ ഫ്രോക്ക് കണ്ടേ, നല്ല പ്രിൻ്റായിട്ട് ഇങ്ങനെ വരുന്നൊരു ബ്ലൂ വൈറ്റ് ആൻഡ് കളറ്. 899 രൂപയായിട്ട് പ്രൈസ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ താഴെ ഭാഗത്ത് ഇങ്ങനെ പ്രില്ലായിട്ട് വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി വീഡിയോ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടോ. അങ്ങനെ നെസ്റ്റോയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്. ഫുഡിൻ്റെ ഒരു സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുഡ് വെയറിൻ്റെ ഇങ്ങനെ കളക്ഷൻസ് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. 299 രൂപയ്ക്കാണ് ആ ഒരു ചപ്പൽസിനൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ ഫുഡിൻ്റെ സെക്ഷനിലാണെങ്കിൽ ക്യൂ നിന്നിട്ട് വേണം ഫുഡ് കഴിക്കാനാണെങ്കിൽ. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കാതെ ഒരു നിവർത്തിയില്ല. കാരണം രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ. പുതിയ സ്റ്റാൻഡിൽ കുറേ തെണ്ടി നടന്ന്, പിന്നെ ഹൈലൈറ്റ് മോളിൽ ഇവിടെ കുറേ തെണ്ടി നടന്ന്,
മക്കൾസിനാണെങ്കിൽ നല്ല വിശപ്പുണ്ടോ. എൻ്റെ മോക്ക് പിന്നെ അവൾ ബാഗിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. പക്ഷേ ഷാനുസിനും അലുസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അപ്പോൾ അവൾ 45. ഞങ്ങളിത് നോൽമ്പിൻ്റെ മുന്നേ പോയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ്. പപ്സാണോ? 13. നമ്മളില്ലേ അധികം ഈ കേക്ക് ഐറ്റംസൊക്കെ വാങ്ങിക്കൽ നെസ്റ്റോന്നാണ്. ഇങ്ങനെ 199 199 രൂപക്കൊക്കെ ഡ്രീം കേക്ക് വാങ്ങിക്കും. അത് മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെറുതെ വലിയ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണം നല്ലത് ഇങ്ങനെ ഓഫറിലൊക്കെ വാങ്ങിക്കുന്നതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ അധികം നെസ്റ്റോന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. കേക്കിനായാലും ഇനിയിപ്പോൾ ഡ്രീം കേക്കിനായാലും ഒക്കെ പ്രൈസ് കുറവാണ് ഉണ്ടാവുക. 200 300 സംതിങ്ങിന് നല്ല 1 kg കേക്ക് കിട്ടും. വാനില ഫ്ലേവർ, അതുപോലെ ചോക്ലേറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് ഉണ്ടാവുക. അതുപോലെ ഡ്രീം കേക്ക് ആയാലും നല്ല ടേസ്റ്റുള്ളതാണ് ഉണ്ടാവുക. 199 രൂപയ്ക്ക് എന്തായാലും ലാഭമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ബിരിയാണി ആയിട്ട് വാങ്ങിച്ചത്. ബിരിയാണി ഷാനുസിന് അലുസിനൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് വാങ്ങിച്ച്. പപ്സ്, അതുപോലെ ഈ ചിക്കൻ്റേത് ഉണ്ടാവുമല്ലോ സാൻഡ്വിച്ച്, അതുപോലെ എഗ്ഗ് സാൻഡ്വിച്ച്, അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അതൊക്കെ കഴിച്ച് നമ്മളെ വയറൊക്കെ ഒന്ന് ഫുള്ളായി ഒന്ന് സെറ്റായി ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.